പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പള്ളിയുടെ കാര്യം പോകട്ടെ. സദസ്സിലിരിക്കുന്ന ബാപ്പമാര്, ഇരിക്കുന്ന സഹോദരങ്ങളോട്, നിങ്ങളെല്ലാവരും ഒരു ഭരണാധികാരിയാണല്ലോ. സദസ്സിലിരിക്കുന്ന ഓരോ ബാപ്പമാരുണ്ടല്ലോ, ഓരോ ബാപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങളും ഒരു ഭരണാധികാരിയാണ്. ഇവിടുത്തെ ഭരണാധികാരി എന്നറിയുമോ? ലോകത്തിന്റെ ഭരണാധികാരിയല്ലോ, രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലോ, ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരിയല്ലോ, ഒരു പഞ്ചായത്തിന്റെ ഭരണാധികാരിയല്ലോ. എവിടത്തെ ഭരണാധികാരി എന്നറിയുമോ? നീ നിന്റെ വീട്ടിലെ ഭരണാധികാരിയാ. നിന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒരു വീട്ടിലെ ഭരണാധികാരിയാണ്. ആ വീടിന്റെ അകത്തിന്റെ പ്രിയമുള്ളവര്, നീതിയായ ഒരു ഭരണം നടക്കുന്നുണ്ടോ? നീതിയായ ഒരു ഭരണം നടക്കുന്നുണ്ടോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹജ്ജത്തുൽ വിദാഇലെ അവസാനത്തെ പ്രഭാഷണത്തില് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയ ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ഇത്തഖുല്ലാഹ ഫിന്നിസാ. തന്റെ മുന്നിൽ നിൽക്കുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, നിങ്ങളുടെ ഭാര്യമാരുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അത് അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് സഹാബാ. നമ്മുടെ ഭാര്യമാരുണ്ടല്ലോ, നമ്മുടെ മക്കളുണ്ടല്ലോ, അത് അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ്. പാപ്പാ നിന്നോട് ചോദിക്കും, പാപ്പോ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ആ ചെമ്പിന്റെ തറയിലെ പടച്ചറപ്പിന്റെ മുന്നിൽ നീ പോയി നിൽക്കുമ്പോ അല്ലാഹു നിന്റെ ഭാര്യയെ കുറിച്ചു, നിന്റെ മക്കളെ കുറിച്ചു അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ ഈ നിരന്നിരിക്കുന്ന വാപ്പമാരോട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾ നീതിമാനായ ഒരു ഭരണാധികാരിയാണ്, നിങ്ങളുടെ വീട്ടിലെ ഒരു നീതിമാനാണ്. പറയാൻ കഴിയുമോ സഹോദരാ? പറയാൻ കഴിയുമോ സഹോദരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും അത് പറയാനുള്ള അധികാരമില്ല, അത് പറയാനുള്ള യോഗ്യതയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതുന്ന മനുഷ്യന് സ്വർഗ്ഗമുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ആരെങ്കിലും ഓതിയാൽ, ആരെങ്കിലും ഒരു ദുആ ചെയ്താൽ അല്ലാഹു അവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുമെന്ന് മുത്തുനബി പറയുമ്പോ ഏത് ദുആ എന്നറിയുമോ? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ഒരൊറ്റ ഈ ദുആ ചെയ്യുന്നവന് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്. എന്തേ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. അല്ലാഹുവേ, നിന്നെ ഭയന്ന് ജീവിക്കുന്ന ഒരു സാലിഹത്തോ ഒരു പെണ്ണിനെ എനിക്ക് ഭാര്യയാക്കി തരണേ അല്ലാ. എന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്യുന്ന റബ്ബേ, എന്റെ കണ്ണിന് കുളിർമയുള്ളോ, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നോ, എന്റെ മയ്യത്ത് നമസ്കരിക്കാൻ അറിയുന്നോ, എന്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യുന്നോ, എന്റെ കയ്യിൽ പിടിച്ച സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നോ സാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. എന്നിട്ട് മൂന്നാമത് പറയുന്നത് എന്തെന്നറിയുമോ? ലിൽ മുത്തഖീന ഇമാമാ. എന്റെ ഭാര്യക്കും മക്കൾക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും ഇമാമത്ത് നിൽക്കാൻ അർഹതയുള്ള, അവർക്ക്
ഇമാമത്ത് നിൽക്കാൻ യോഗ്യതയുള്ള ഒരു വാപ്പയാക്കി എന്നെ മാറ്റണേ അല്ലാ. എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാക്കണേ എന്ന് ദുആ ചെയ്യണേ എന്ന് ഖുർആൻ പറയുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് ഞാൻ ചോദിക്കുകയാ, നിങ്ങൾക്ക് അതിനുള്ള അർഹതയുണ്ടോ? അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബൂ വാഇൽ റളിയല്ലാഹു തആല അൻഹു, അബൂ വാഇൽ റളിയല്ലാഹു തആല അൻഹു സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവേ പടച്ചവനെ, സ്വഹാബികളതാ സ്വഹാബികൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു. എല്ലാവരും കൂടെ അബൂ വാഇൽ എന്ന സ്വഹാബി പറയുകയാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. സുബഹിയുടെ സമയം കഴിഞ്ഞു. സുബഹി നമസ്കാരം കഴിഞ്ഞ സമയമാണ്. ആ വെളുപ്പാങ്കാലത്ത് വീടിന്റെ മുന്നിൽ ചെന്നിട്ട് അവിടുന്ന് സലാം പറയുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു വീടിന്റെ അകത്തിരുന്ന് കൊണ്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, വീടിന്റെ അകത്ത് കയറിയിരിക്കുക സഹാബാ. ഇബ്നു മസ്ഊദ് തങ്ങളെ വിളിച്ചു പറയുകയാണ്. പക്ഷേ സ്വഹാബികൾ വീടിന്റെ അകത്ത് കയറുന്നില്ല. സ്വഹാബികൾ വീടിന്റെ അകത്ത് കയറുന്നില്ല. കുറേ സമയം കഴിയുമ്പോ ഫഖറജത്തുൽ ജാരിയ, വീട്ടിലെ ഖാദിമായ പെണ്ണുണ്ടല്ലോ, ആ വീട്ടിലെ ഖാദിമായ പെണ്ണുണ്ടല്ലോ, ആ പെണ്ണ് ചോദിക്കുന്നു, നിങ്ങൾ എന്തേ കേറാത്തത്? യജമാനൻ അനുവാദം തന്നല്ലോ, നിങ്ങൾ എന്തേ വീടിന്റെ അകത്ത് കേറാത്തത്? എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ സ്വഹാബികൾ വീടിന്റെ അകത്ത് കേറാതെ വെളിയിൽ നിൽക്കുകയാ. അവിടുന്ന് ചോദിച്ചു, സ്വഹാബാ, നിങ്ങൾക്ക് ഞാൻ അനുവാദം നൽകിയല്ലോ, കേറിയിരിക്കാൻ അനുവാദം നൽകിയല്ലോ, നിങ്ങൾ കേറിയിരിക്കാത്തത്? ആ സമയത്ത് അതാ സ്വഹാബികള് പറയുകയാണ്, സുബഹി കഴിഞ്ഞ സമയമാണല്ലോ, സുബഹി കഴിഞ്ഞ സമയമാണല്ലോ. അങ്ങയുടെ പെൺമക്കളും ചെറിയ മക്കളൊക്കെ വീടിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്ന സമയമോ, ഞങ്ങൾ ഈ സമയത്ത് വീടിന്റെ അകത്തേക്ക് കയറി ചെന്നാൽ ഉറങ്ങുന്നതിന്റെ മക്കൾക്ക് അതൊരു പ്രയാസമാകുമെന്ന് കരുതിയിട്ടാണ് കേറാത്തതെന്ന് സ്വഹാബികൾ പറയുമ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. ഇബ്നു മസ്ഊദ് തങ്ങളുടെ കണ്ണ് നിറയുകയാ. എന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, സ്വഹാബാ, നിങ്ങൾ ഇബ്നു മസ്ഊദിനെ കുറിച്ച് എന്തേ കരുതിയത്? ഞാൻ ഉത്തരവാദിത്തമില്ലാത്ത വാപ്പയാണെന്ന് കരുതിയോ? ഞാനൊരു ഉത്തരവാദിത്തമില്ലാത്ത വാപ്പയാണെന്ന് നിങ്ങൾ കരുതിയോ? സഹാബാ, അതാ ഇബ്നു മസ്ഊദ് മരിക്കുന്ന കാലം വരെ ഞാൻ സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടോ? എന്റെ ഭാര്യയും മക്കളും എഴുന്നേറ്റിട്ടുണ്ടാകും. സഹാബാ, ഞാൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബവും എഴുന്നേറ്റിട്ടുണ്ടാകും. അല്ലാതെ സുബഹി നമസ്കരിക്കാതെ എന്റെ വീടിന്റെ അകത്ത് എന്റെ മക്കള് കിടന്നുറങ്ങാറില്ല. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഇതുപോലെ പറയാ ധൈര്യമുള്ള ഏത് വാപ്പയാ ഉള്ളത്? ഇതുപോലെ പറയാ ധൈര്യമുള്ള ഏത് ഉപ്പയാ ഉള്ളത്? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന്റെ അകത്ത് നടക്കുന്ന രംഗമെന്താ? നമ്മൾ സുബഹിക്ക് പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്നവരോട്, പക്ഷേ നിന്റെ ചാരത്ത്, നിന്റെ പുതപ്പിന്റെ കീഴ്, നിന്റെ ചാരത്ത് കിടക്കുന്ന നിന്റെ ഭാര്യ നമസ്കരിക്കാറുണ്ടോ? നിന്റെ മക്കള് നമസ്കരിക്കാറുണ്ടോ? വാപ്പാ, നിനക്കറിയുമല്ലോ, 7 വയസ്സായവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ അടിച്ച് നിസ്കരിപ്പിക്കണമെന്നല്ലോ നിന്റെ ദീൻ നിനക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ എന്തേ നമ്മളിൽ പലർക്കും കഴിയാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് പറയുകയാ, നിങ്ങൾ മാതൃകയുള്ള ഒരു വാപ്പയാകോ. നിന്റെ ഭാര്യ നിന്നെയാണ് കണ്ടുപഠിക്കേണ്ടത്, നിന്റെ മക്കള് നിന്നെയാണ് കണ്ടുപഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട വാപ്പമാർക്ക് ഒരു നല്ല വാപ്പയെ ഞാൻ പറഞ്ഞു തരാ. നിങ്ങൾക്ക് പഠിക്കാൻ ഒരു നല്ല വാപ്പയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ഉപ്പമാരെ, മക്കളെ നിങ്ങൾ ഉപദേശിക്കണേ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഉപദേശിക്കണേ. ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ നിങ്ങളുടെ പൊന്നാര മക്കളെ വിളിച്ചിട്ട് ഉപദേശിക്കണേ. നിങ്ങൾക്ക് പഠിക്കാനൊരു വാപ്പയെ പറഞ്ഞു തരാ. ആരാണെന്നറിയുമോ? മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആ സഹാബി തന്റെ പൊന്നുമോനെ അടുത്ത് വിളിക്കുകയാണ്. ചെറിയ പ്രായമുള്ള തന്റെ പൊന്നുമോനെ, യാ ബുനയ്യ ഇന്നക ലൻ തൽഖാ അഹദൻ ഹുവ അൻസഹു. അവിടുന്ന് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകനെ അടുത്ത് വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, മോനെ, നിന്നെ ഉപദേശിക്കാൻ ഏറ്റവും അർഹതയുള്ളത് ഞാനാണ്. എന്നെ പോലെ ഉപദേശിക്കാൻ ഈ ലോകത്ത് മറ്റൊരാളുമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ പൊന്നുമകന് മോൻ ഉപദേശം തരാ. തന്റെ പൊന്നാര മകൻ അവിടുന്ന് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു 3 ഉപദേശമാണ് കൊടുത്തത്. 3 ഉപദേശമാണ് കൊടുത്തത്. ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഇദാ അറദ്ത അൻ തുസല്ലി ഫഅഹ്സിൻ വുളൂഅക. വാപ്പാ, നീ ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ, എന്റെ പൊന്നുമകൻ നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ മോൻ നല്ലതുപോലെ ഉളുവെടുക്കണേ മോനെ. ഒരു വാപ്പ തന്റെ പൊന്നാര മകന് കൊടുത്ത ഉപദേശമോ? മോനെ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എന്റെ പൊന്നുമകൻ നല്ലതുപോലെ ഉളുവെടുക്കണം, സൂക്ഷ്മതയോടുകൂടി ഉളുവെടുക്കണം, ഒരു പോരായ്മയും ഇല്ലാത്ത രീതിയിൽ ഉളുവെടുക്കണം. കാരണം എന്തെന്നറിയുമോ? മോൻ എന്തിനാ ഉളുവെടുക്കുന്നതെന്നറിയുമോ? സഹോദരാ, എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ഞാനും നിങ്ങളും ഉളുവെടുക്കുന്നുണ്ട്. എന്തിനാണ് ഉളുവെടുക്കുന്നതെന്ന് നിനക്കറിയുമോ? നിന്റെ മക്കളോട് നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ നീ ഉളുവെടുക്കണം, നല്ലതുപോലെ നീ ഉളുവെടുക്കണം. കാരണം എന്തെന്നറിയുമോ? നീ ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. ഒരു വാപ്പ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, മോനെ, ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാണ് മോനെ. ഇന്ന് വരെ 50 വയസ്സുള്ള വാപ്പ നിനക്ക് തോന്നിയിട്ടുണ്ടോ? ഓർമ്മ വെച്ച കാലം മുതൽ നീ ഉളുവെടുക്കുന്നവനാണ്. ഇന്ന് വരെ നിനക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ? ഈ ചിന്ത നിനക്കുണ്ടായിട്ടുണ്ടോ? പക്ഷേ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നുമകനോട് പറഞ്ഞു, മോനെ, ഉളുവ് കളിക്കേണ്ട കാര്യമല്ല, അത് കളിയല്ലടാ പൊന്നുമോനെ. ഉളുവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ. അതുകൊണ്ട് എന്റെ പൊന്നുമകൻ സൂക്ഷ്മതയോടുകൂടി വേണം ഉളുവെടുക്കാൻ. കാരണം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? നിസ്കാരത്തഴമ്പിലല്ല, താടിയുടെ നീളത്തിലല്ല, പ്രവാസനം നടത്തുന്നതിലല്ല, ഇമാമത്ത് നിൽക്കുന്നതിലല്ല, ഹജ്ജിന് പോയതിന്റെ പേരിലല്ല. നിങ്ങൾക്ക് ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈമാനുള്ള, ഈ നാട്ടിലെ ഈമാനുള്ള ഒരു മനുഷ്യനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണോ? മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുകയാ, ഹൗദിന്റെ കരയിൽ പോയി നിൽക്കും മോനെ, പള്ളിയിൽ ഉളുവെടുക്കുന്ന സ്ഥലത്ത് പോയി നിൽക്കൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് സൂക്ഷ്മതയോടുകൂടി ഉളുവെടുക്കുന്നത് കണ്ടാൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമോ?
അവനൊരു യഥാർത്ഥ വിശ്വാസിയായതിന്റെ അടയാളമാണ് സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കുന്നതെന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുമ്പോ, മോനെ കളിയല്ലടാ, വാപ്പ എന്തിനാണ് തന്റെ പൊന്നാര മകനോട് ഒതുവിനെ കുറിച്ച് പറയാറുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒതുവിന്റെ പ്രതിഫലം എന്തെന്നറിയുമോ? ഒതുവെടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഞാൻ ഒതുവെടുത്ത് കാണിച്ചു തന്നതുപോലെ, ഞാൻ ഒതുവെടുത്ത് കാണിച്ചു തന്നതുപോലെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒതുവെടുത്താൽ അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, ഉസ്താദേ, ഞാൻ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവനാണ്. ഇവിടെ കൊണ്ടാണ് ഈ പാപങ്ങൾ കഴുകിക്കളയുന്നത്? എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്ന മുസ്ലിമേ, നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപം പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി പറയാ. നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും പൊറുക്കാനുള്ള ഒരു എളുപ്പവഴി ഞാൻ പറയാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഞാൻ ഒളുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒളുവെടുത്താൽ നിന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മരത്തിൽ നിന്ന് ഉണക്ക ഇല പൊഴിഞ്ഞു വീഴുന്നത് പോലെ നീ കണ്ണുകൊണ്ട് കണ്ട പാപമുണ്ടല്ലോ, ചെവി കൊണ്ട് കേട്ട പാപമുണ്ടല്ലോ, നാവ് കൊണ്ട് പറഞ്ഞ പാപമുണ്ടല്ലോ, കൈ കൊണ്ട് പിടിച്ച പാപമുണ്ടല്ലോ, കാല് കൊണ്ട് നടന്ന പാപമുണ്ടല്ലോ, എല്ലാ പാപങ്ങളും അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് മുത്തുനബി പറയുമ്പോ, ഉമ്മ പ്രസവിച്ചിട്ട മക്കളെ പോലെ വേണം അല്ലാഹനെ കാണാ പോകാ, അല്ലാഹനെ കാണാ പോകാ. ഉമ്മ പ്രസവിച്ച മക്കളെ പോലെ പാപങ്ങൾ മുഴുവനും പള്ളിയുടെ ഹൗദിന്റെ കരയിലെ കഴുകിക്കളഞ്ഞിട്ട് ഒരു പാപവും ചെയ്യാത്തവനെ പോലെ വേണം നീ അല്ലാഹനെ കാണാ പോകാ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരാ, ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാകുന്ന സമയമുണ്ടല്ലോ, തണുപ്പുള്ള രാത്രിയിൽ ഒതുവെടുക്കാൻ വല്ലാത്ത മടിയാണ്, വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ഒതുവെടുക്കാൻ വല്ലാത്ത മടിയാണ്. എങ്കിലും മുത്തുനബി പറയുകയാ, യൗമലാ ളില്ല ഇല്ലാ ളില്ലു അൽ മുതവല്ലിഉ ഫീ മഖാരിഹി. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള സമയത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന് സൂക്ഷ്മതയോടുകൂടി ഒളിവെടുത്താൽ അവൻ നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത ദിവസമുണ്ടല്ലോ. നേരെ ചൊവ്വ ഒളിവെടുത്ത മനുഷ്യ, നിനക്കല്ല അർശിന്റെ താട് ഒരിടം നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒന്നുമില്ലാതെ നിങ്ങൾ നമസ്കരിക്കല്ലോ, ഒന്നുമില്ലാതെ നിങ്ങൾ നമസ്കരിക്കല്ലോ. അത് പടച്ചവനെ കളിയാക്കലോ, അത് അല്ലാഹുവിനെ കളിയാക്കലോ. നീ അല്ലാഹനെ കളിയാക്കിയാൽ അല്ലാഹ് നിന്നെയും കളിയാക്കും ചെറുപ്പക്കാരാ. അല്ലാഹു നിന്നെയും കളിയാക്കും പെണ്ണ്. എപ്പോഴാണ് അല്ലാഹു കളിപ്പിക്കുന്നതെന്നറിയുമോ? നീ നേരെ ചുവ ഒളിവെടുക്കാതെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയ കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോ അല്ലാഹുവേ, നിന്നെ പടച്ചവനെ കളിയാക്കുന്ന സമയം എപ്പോഴെന്നറിയുമോ? സക്കറാത്തിന്റെ അവസ്ഥയില് നീ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോൾ നിന്റെ കുടുംബക്കാര്, നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പുകളുണ്ടല്ലോ, എല്ലാവരും നിന്റെ ചാരത്ത് വന്ന് നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരും, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നിന്റെ ചാരത്ത് വന്നിരുന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അല്ലാഹ് നിനക്ക് സ്വർഗ്ഗം തരും. എല്ലാവരും കൂടെ പറഞ്ഞു തരുമ്പോ പറയണമെന്ന ആഗ്രഹത്തോടെ നിന്റെ നാവ് പൊക്കുമ്പോ പൊങ്ങൂ
ഒന്നൂലടാ ചെറുപ്പക്കാരാ, അത് പറയാ നിനക്കല്ലാഹു ഭാഗ്യം നൽകൂല. അതുകൊണ്ട് മഹാനായ സ്വഹാബി ഉണ്ടല്ലോ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, തന്റെ പൊന്നുമകന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, മോനെ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ നല്ലതുപോലെ വുളുവെടുക്കണേ. രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? ഒരു വാപ്പ തന്റെ മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്താ? അല്ലാഹുവേ, അവിടെന്ന് പറയുന്നു, മോനെ സ്വല്ലി സ്വലാത്ത ലാ തറാ അന്നകി തുസല്ലി ബഅദഹാ. തന്റെ പൊന്നാര മകന് കൊടുക്കുന്ന രണ്ടാമത്തെ ഉപദേശം എന്തെന്നറിയുമോ? മോനെ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്നറിയുമോ? മോനെ, ഇത് നിന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാ. മോന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഈ നിസ്കാരമെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ. അങ്ങനെ നിസ്കരിച്ചാലേ അത് നിസ്കാരമാകൂ. പാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, നിസ്കരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നിസ്കരിക്കണമെന്നറിയുമോ? ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണ് ഞാൻ നിസ്കരിക്കാൻ പോകുന്നത് എന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ. കാരണം എന്തേ? മോനെ, നീ അല്ലാഹനെ കാണുന്നില്ലെങ്കിലും അല്ല നിന്നെ കാണുന്നുണ്ട്. അല്ലാഹു നിന്റെ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. മോനെ, നീ അല്ലാഹനെ കാണാത്തത് നിന്റെ പോരായ്മ കൊണ്ടാ. നമ്മളാരും അല്ലാഹനെ കാണാത്തത് നമ്മുടെ പോരായ്മ കൊണ്ടാണ്, നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ്. പക്ഷേ അല്ല നമ്മളെ കാണുന്നുണ്ട്. ഒരു മറയുമില്ലാതെ കണ്ണിന്റെ മുന്നിൽ വന്ന് പടച്ചവൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ, നമസ്കരിക്കുന്ന സമയത്ത് ഇത് ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം എന്തെന്നറിയുവോ? ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി കൈകെട്ടി, ഒരു മനുഷ്യൻ നമസ്കരിക്കുന്നതിന് വേണ്ടി, നിങ്ങളെല്ലാവരും നാളെ സുബഹി നമസ്കരിക്കുന്നതിന് വേണ്ടി എല്ലാവരും കൈകെട്ടി. എന്നിട്ട് സ്വലാം പറഞ്ഞു പിരിയുമ്പോ ഒന്നുകിൽ നീ സ്വർഗത്തിലോ അല്ലെങ്കിൽ നീ നരകത്തിലോ, ഈ രണ്ടാലൊരു സ്ഥലം നിനക്ക് ഉറപ്പാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് വാപ്പ തന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുത്താണ്. ഒരു വാപ്പ തന്റെ മകന് പറഞ്ഞു കൊടുത്ത രണ്ടാമത്തെ ഉപദേശം എന്തേ? മോനെ, നിസ്കരിക്കാൻ ഉദ്ദേശിച്ച ഇത് ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. കാരണം അള്ളാന്റെ മുന്നിലാണ് നീ നിൽക്കണേ. അള്ള നിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. നീ കാണുന്നില്ലെങ്കിലും അള്ള നിന്നെ കാണുന്നുണ്ട്. ഇശാ നിസ്കരിച്ചവരാണല്ലോ ഇരിക്കണവരൊക്കെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിസ്കരിച്ചില്ലേ? ഇശാ നിസ്കരിച്ചവരൊക്കെ ഒന്ന് കൈപൊക്കിക്കെ. ഒന്നീ നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നീ നരകത്തിൽ. ഒരു വക്കത്ത് നമസ്കാരം കഴിഞ്ഞൊരു മനുഷ്യൻ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോ നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒന്നീ സ്വർഗത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും, അല്ലെങ്കിൽ നരകത്തിന്റെ ലിസ്റ്റിൽ നിന്റെ പേരുണ്ടാകും. അള്ളാഹു നമ്മളെ സ്വർഗവാസികളിൽ പെടുത്തുമാറാകട്ടെ. ഇതാ നിസ്കാരം. സ്വർഗത്തിൽ പോകണമെങ്കിൽ 50 കൊല്ലം നിസ്കരിക്കണമെന്നില്ല. ഒറ്റ വക്കത്ത് നിസ്കരിച്ചാൽ മതി. പക്ഷെ നിസ്കരിക്കേണ്ടതുപോലെ നിസ്കരിക്കണം. ഒറ്റ വക്കത്ത് മതി സ്വർഗത്തിൽ പോകാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് നിസ്കരിച്ചു കഴിഞ്ഞ് ഒന്നീ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ. നമ്മുടെ നിസ്കാരം എന്താ? വെറുതെയല്ല. ഇതൊക്കെയാ വാപ്പ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. കാരണം നിങ്ങളൊക്കെ ചോദിക്കുമല്ലോ, സിറാജ് ഉസ്താദെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ എല്ലാ കാര്യവും ഓർമ്മ വരുവോ ചങ്ങാതി? എന്താ പറയാൻ മടിയുണ്ട്? നിസ്കരിക്കാൻ കഴിയിട്ട് അതിലെ പഴയ ആൾക്കാർ പറയണേ, താക്കോൽ എവിടെ വെച്ച് അറിയില്ല, ഒന്ന് നിസ്കരിക്കട ഇപ്പൊ ഓർമ്മ വരും. അതന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ മുഴുവനും ഓർമ്മ വരും. കാരണം എന്തേ? നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ ഇടതുഭാഗത്ത് ഒരു ഇബ്ലീസ് വന്ന് നിന്നിട്ട് എല്ലാം ഓർമ്മപ്പെടുത്തുമെന്ന് നബിയിനാ റസൂലുള്ളാഹി.
അളിയാ നിനക്ക് അവൻ പൈസ തരാനുണ്ടടാ, നിനക്ക് അവൻ അൻവർ തരാനുണ്ട്, അല്ലെങ്കിൽ അവൻ തരാനുണ്ട്, ഇവൻ തരാനുണ്ട്, എല്ലാം ഇങ്ങനെ ചെവിയിൽ പറഞ്ഞു തരും. ആര്? ഇബ്ലീസ്. ഇടത് ഭാഗത്ത് അവൻ നിന്നിട്ട് ഇങ്ങനെ പറയും. കാരണം അള്ളാനെ കളിയാക്കടാ, മുന്നിൽ റബ്ബ് നിൽക്കുന്നുണ്ട്, ഒരു പരിഗണനയും കാണിക്കണ്ട. എടാ പടച്ചവൻ കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്നടാ, അവനും അള്ളാനെ നോക്കണ്ട, അള്ളാനെ ഒന്നും പരിഗണിക്കൊന്നും വേണ്ടതാ. ഈ ഞാൻ പറയണ കേക്ക്, നിനക്ക് പൈസ തരാണ്ട്, നിനക്ക് അത് കിട്ടാനുണ്ട്, ഇത് കിട്ടാനുണ്ട്, നിന്റെ സാധനം അവിടെ ഉണ്ട്, ഇബ്ലീസ് എല്ലാം പറഞ്ഞു തരും. അപ്പൊ വലതു ഭാഗത്ത് നിൽക്കുന്ന ഒരു മലക്ക് പറയും, എടാ സിറാജെ നീ എവിടാ നിൽക്കണെന്നറിയോ? അള്ളാന്റെ മുന്നിൽ. എന്നോട് ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും, ഇടതുഭാഗത്ത് നിന്ന് ഇബ്ലീസ് പറഞ്ഞു തരുമ്പോ വലതുഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും, സിറാജ്, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിന്റെ മുന്നിലാടാ സിറാജ് നിൽക്കണേ. അള്ളാന്റെ മുന്നിലാടാ. നീ അള്ളാനെ കാണുന്നില്ലെങ്കിലും അള്ള നിന്നെ കാണുന്നുണ്ട്. ഈ ശൈത്താൻ പറയുന്നത് നീ അനുസരിക്കല്ലേടാ. ഭയഭക്തിയോടുകൂടി നിൽക്കടാ സിറാജെ. കൈകെട്ടിയപ്പോ നീ എന്തേ പറഞ്ഞത്? ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. കരാറ് ചെയ്തവനാ നീ. അല്ലാ, എന്റെ ജീവിതം, എന്റെ ചലനം, എന്റെ സർവ്വതും അല്ലാ നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടാ നിക്കണ സിറാജെ. നേരെ ചൊവ്വ നിക്കടാ, നേരെ ചൊവ്വ നിക്കടാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മലക്കിങ്ങനെ പറഞ്ഞു തരും റുകൂഇൽ പോകുമ്പോ, സുജൂദിൽ പോകുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, പാപങ്ങൾ മുഴുവനും. അതുകൊണ്ടാ മഹാന്മാര് പഠിപ്പിച്ചു തന്നത്. സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ സുജൂദ് ദീർഘിപ്പിക്കണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി. ഒരുപാട് നേരം സുജൂദിൽ കിടക്കണം. കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സുജൂദ് ചെയ്യുന്നത്. ഒരു മനുഷ്യൻ സുജൂദിൽ കിടക്കുമ്പോ അല്ലാഹുവേ മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ ആ മനുഷ്യൻ ചെയ്ത പാപങ്ങൾ താഴെ വീഴുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നമ്മൾ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്ന് നിൽക്കും. നമ്മൾ സുജൂദിൽ കിടക്കുമ്പോ ഈ പാപം ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ. ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുകയാ. അല്ലാഹുവേ എവിടെന്ന് മലക്ക് പറയുകയാണ്, നീ അല്ലാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്റെ പ്രിയമുള്ളവരെ, അവസാനം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവിടുന്ന് സലാമങ്ങ് വീട്ടിൽ കഴിയുമ്പോ മലക്ക് കെട്ടിപ്പിടിക്കുന്നു, സിറാജേ നീ സ്വർഗവാസിയാടാ സിറാജ്, നീ സ്വർഗത്തിന്റെ അവകാശിയാടാ, നീ സ്വർഗത്തിന്റെ അവകാശിയാടോ. അല്ലാഹുവേ, മലക്കുകൾ സ്വർഗത്തിന്റെ മുന്നിൽ നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. അല്ലാഹുവേ, മരിച്ചാ നീ സ്വർഗത്തിലാ. ഇന്ന് ഇശാ നിസ്കരിച്ചവരെ നാളെ സുബഹിക്ക് നിസ്കരിക്കാൻ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നീ മരിച്ചാ സ്വർഗത്തിലാ. അതാ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ, പായിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ മലക്ക് പറയുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇബ്ലീസിന്റെ വാക്ക് കേട്ടാൽ അല്ലാഹുവേ മലക്ക് കരയുകയാ. എടാം നശിച്ചവനെ, എടാം നഷ്ടവാളി, അല്ലാഹനെ മറന്നു കളഞ്ഞല്ലോടാ. സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് നീ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോടാ. ഈ നിസ്കാരം നേരെയായിരുന്നെങ്കിൽ അല്ലാഹു നിനക്ക് സ്വർഗം തരുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞത് കേട്ടില്ലല്ലോടാ സിറാജ്. നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടോ. അടുത്ത വക്കത്തിന് മുമ്പങ്ങാണം നീ മരിച്ചു പോയാൽ, അടുത്ത വക്കത്തിന് മുമ്പങ്ങാണം നീ മരിച്ചു പോയാ നീ നരകത്തിന്റെ അവകാശിയാണോ എന്ന് മലക്കുകൾ കരഞ്ഞുകൊണ്ട് പറയുമെന്ന് പ്രവാചകൻ പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അതാണ് വാപ്പ പറഞ്ഞു കൊടുക്കുന്നത്. മോനെ നമസ്കരിക്കണേ പൊന്നുമോനെ. ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം നിസ്കരിക്കാൻ. നീ അത് പറയാറുണ്ടോ? നിന്റെ പൊന്നാര മക്കളെ, പ്രായപൂർത്തിയായ മക്കളെ ചാരത്ത് പിടിച്ച് നിർത്തിയിട്ട് നിസ്കരിപ്പിക്കണ്ട ബാധ്യത നിനക്കുണ്ടല്ലോ വാപ്പാ. എന്തേ നിന്നെ കൊണ്ട് കഴിയാത്തത്? എന്റെ പ്രിയമുള്ള ഉപ്പമാരോട് ഉമ്മമാരോട് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? തന്റെ പൊന്നാര മക്കളെ നല്ലതുപോലെ ജീവിക്കുന്നത് കാണാനല്ലോ. ഇരിക്കുന്ന കാലം വരെ ഒരു തന്റെ മുന്നിലും കൈനീട്ടാതെ പടച്ചവനെ തന്റെ മക്കൾ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? നിങ്ങളുടെ മക്കൾ അന്യവന്റെ മുന്നിൽ കൈനീട്ടാതെ
ജീവിക്കുന്നത് കാണാൻ നിനക്ക് കൊതിയുണ്ടെങ്കിലോ നീ ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മക്കളെ സ്നേഹിക്കുന്ന ഓരോ വാപ്പമാരോട്, ഭാര്യയെ സ്നേഹിക്കുന്ന ഓരോ ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുഹു വൽ ആഖിബത്തു ലിത്തഖ്വാ. തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയെത്തിയോ, തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പയുണ്ടെങ്കിലോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമാണ്, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം. എഴുന്നേറ്റു, പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേട്ടു, എഴുന്നേക്കാമിന, എഴുന്നേക്കടി, മക്കളെ വിളിച്ചുണർത്തടി എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയെയും മക്കളെയും വിളിച്ചുണർത്തിയിട്ട് നിസ്കരിപ്പിക്കുന്ന ഒരു നീതിമാനായ വാപ്പയ്യ സദസ്സിലുണ്ടെങ്കിലോ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം, അല്ല നിനക്ക് തരുന്ന പ്രതിഫലം. മരിക്കുന്ന കാലം വരെ പിരിവെടുക്കണ്ട, പള്ളിയുടെ മുന്നിൽ പോയിരുന്ന് പിരിവ് നടത്തണ്ട, ഒരു സംഘടനയുടെ ഓഫീസിന്റെ മുന്നിലും നീ പോകണ്ട. അല്ലാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ തരാ. അമ്മ പറയുകയാണ്, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാറുള്ള ഭക്ഷണം ഞാൻ തരാമെന്ന് പടച്ച റബ്ബാ പറയുന്നത്. രണ്ട്, തന്റെ നീതിമാനായ ഭരണാധികാരിയായ തന്റെ ഭാര്യ മക്കളെ വിളിച്ച് നിസ്കരിപ്പിക്കുന്ന ഉപ്പ അല്ല പറയുകയാ, നല്ല മരണം നിനക്ക് വേണോ? പണം കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ലോ, അധികാരം കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ, കുടുംബമഹിമ കൊണ്ട് വാങ്ങാൻ പറ്റുന്നതല്ലോ. നിനക്ക് വെള്ളിയാഴ്ച രാവിലെ ഒരു മരണം വേണോ? കാണുന്നവരെ കൊതിപ്പിക്കുന്ന മരണം വേണോ? ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണോ? വൽആഖിബത്തു ലിത്തഖ്വാ. അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള വാപ്പമാരോട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മകന് കൊടുത്ത രണ്ടാമത്തെ ഉപദേശം, മോനെ, എന്റെ പൊന്നുമകൻ നമസ്കരിക്കാ തീരുമാനിച്ചാൽ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന് കരുതിയിട്ട് വേണം എന്റെ പൊന്നുമകൻ നമസ്കരിക്കാൻ. മൂന്നാമത് കൊടുത്ത ഉപദേശം എന്തെന്നറിയുമോ? വഇയ്യാക വത്തമഅ ഫഇന്നഹു ഫഖറൽ ഹാദിറാ. എന്റെ ഉപ്പമാര് കേട്ടോ, എന്റെ ഉമ്മമാര് കേട്ടോ, മൂന്നാമത്തെ ഉപദേശം എന്തായിരുന്നെന്നറിയോ? എന്റെ പൊന്നുമകന് മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കാ പാടില്ല. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തുവും എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാൽ അത് ദാരിദ്ര്യമാണ് മോനെ. അവിടെ ഒരു വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് എന്റെ പൊന്നുമകൻ ആഗ്രഹിക്കരുത്, ഒരാളുടെ കയ്യിലിരിക്കുന്നതും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിച്ചാ ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരും, നിനക്കല്ല ദാരിദ്ര്യം വരും. എന്നിട്ട് പറയുകയാ, അത്യാഗ്രഹം കാണിക്കല്ലേ. ഇതല്ലേ വാപ്പാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഒരു മകന് കൊടുക്കേണ്ട ഇതിനെക്കാളും വലിയ ഉപദേശം എന്താ? മോനോട് പറഞ്ഞു കൊടുക്കണമെടോ, നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴോ അല്ലാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് തിന്നാനുള്ള ഭക്ഷണത്തിന്റെ മുകളിൽ അല്ലാഹു നിന്റെ
നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്, അല്ലാഹു നിന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് നീയല്ലാതെ ലോകത്ത് മറ്റൊരാളും കടിക്കൂല. നിനക്ക് കിട്ടേണ്ട പൈസയുണ്ടല്ലോ, നീ എത്ര വയസ്സ് വരെയാണ് ജീവിക്കുന്നത്, നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണോ, നിന്റെ ഭാര്യ ആരാണോ, നിനക്ക് എത്ര മക്കളുണ്ടാകും, നീ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കും, നിന്നെ എവിടെയാണ് കബറടക്കുന്നത്, ഇത് സർവ്വതും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ ഒരു മലക്ക് വന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തട്ടാൻ ആരെക്കൊണ്ടും പറ്റൂല. അതുകൊണ്ട് എന്റെ പൊന്നമകൻ ആർത്തി കാണിക്കരുത്, മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കരുത്. അത് ഏറ്റവും വലിയ ദാരിദ്ര്യമാണെന്ന് വാപ്പതന്റെ പൊന്നാര മകന് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്ന് നേരെ തിരിച്ചാണല്ലോ. പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ കൊടുക്കുന്നത് മോനെ പണത്തിനോടുള്ള ആർത്തിയാ. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ലോ. നല്ലതുപോലെ പഠിച്ച് നല്ല ഭാവിയുണ്ടായി നല്ല ജോലി കിട്ടി നല്ല സമ്പാദ്യമുണ്ടെങ്കിലോ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ കഴിയൂ. അതാ 10 വയസ്സുള്ള പൊന്നുമകന്റെ ഹൃദയത്തിന്റെ കത്തൂക്ക് ഇന്നത്തെ മാതാപിതാക്കള് പണത്തിനെ കുറിച്ചുള്ള ആർത്തി പറഞ്ഞു കൊടുക്കുമ്പോ അതാ നിന്റെ മോന് എത്ര കിട്ടിയാലും തികയാത്തത്, എത്ര കിട്ടിയാലും നിന്റെ പൊന്നുമകന് തികയാത്തതിന്റെ കാരണമതോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? മഹാനായ അബൂദറുൽ ഗഫാരി ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് വാപ്പാനെ പോലെയാകെ, ഈ വാപ്പയെ പോലെയാണ് നിങ്ങളാകേണ്ടത്. മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവസാനം സക്കറാത്തിന്റെ അവസ്ഥയില് അവിടെ നിന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിക്കുകയാ. പൊന്നാര മക്കള് എല്ലാ മക്കളെയും അടുത്ത് വിളിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, മക്കളെ വാപ്പാനെ വെറുപ്പാണോ, വാപ്പയോട് ദേഷ്യമാണോ, വാപ്പ നിങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല, എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കുന്ന മനുഷ്യരാ. അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, വാപ്പയുടെ കയ്യിൽ 5 നയാ പൈസയില്ല. വാപ്പയുടെ ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയുമോ? വാപ്പ ഇന്ന് മരിച്ചാൽ, നിങ്ങളുടെ വാപ്പ ഇന്നെങ്ങാനും മരിച്ചു പോയാൽ കഫം തുണി വാങ്ങാൻ 1 രൂപ എന്റെ കയ്യിലില്ല മക്കളോ. 1 രൂപ ഈ വീടിന്റെ അകത്തെടുക്കാറില്ല, ഒരു നല്ല പുതിയ തുണി ഈ വീടിന്റെ അകത്തില്ല, എന്റെ മയ്യത്ത് പൊതിയാൻ ഒരു തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. ഇതാണ് നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്നെ മക്കളോട് പറയുകയാ, മക്കള് കരയണ്ട, എന്റെ മക്കള് പേടിക്കണ്ട, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം, എന്നിട്ട് എന്റെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് ഉംറ കഴിഞ്ഞ് വരുന്ന ആരെയെങ്കിലും കണ്ടാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം കണ്ടിട്ട് അവിടെ നിന്ന് ഉംറ കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാ പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാ, മയ്യത്ത് തുണി വാങ്ങാ പൈസയില്ലോ, അതാ ഒരു നല്ല തുണിയും എടുക്കാറില്ല, അതുകൊണ്ട് ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് എന്റെ മയ്യത്തൊന്ന് പൊതിഞ്ഞിട്ട് കബറടക്കാ പറയടേ മക്കളേ.
അല്ലാഹുവേ അബൂദർ ഗഫാരി തങ്ങൾ അവിടെ നിന്ന് യാത്രയാവുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കള് വാപ്പ പറഞ്ഞതുപോലെ വാപ്പയുടെ ജനാസ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് മയ്യത്ത് ചുമന്നുകൊണ്ട് ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. ആരെയാ കാത്തു നിൽക്കുന്നത്? ഉംറ കഴിഞ്ഞ് വരുന്നവരെയോട്. കാരണം മയ്യത്ത് പുതിയ തുണിയില്ലല്ലോ. അതാ കുറെ സമയം കഴിയുമ്പോ ഒരു സംഘം കടന്നു വരികയാണ്. ഉംറ കഴിഞ്ഞാണ് കടന്നു വരുന്നത്. അവരുടെ നേതാവാരെന്നറിയുമോ? മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, മക്കള് കരന്നുകൊണ്ട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ്, ഞങ്ങളുടെ വാപ്പയാണ്, ഞങ്ങളുടെ ഉപ്പയുടെ മയ്യത്ത് പുതിയ കഫൻ തുണിയില്ലോ, വാങ്ങാ പൈസയുമില്ലോ. ഇഹ്റാമിന്റെ വസ്ത്രം കൊണ്ട് ഞങ്ങളുടെ വാപ്പാര് കഫൻ പൊതിഞ്ഞിട്ടൊന്ന് കബറടക്കടോ. മക്കള് കരന്നുകൊണ്ട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ വാപ്പാ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, പെട്ടെന്ന് പണക്കാരനാകാനുള്ള വഴി എന്താണെന്നാ നീ തിരയുന്നത്? പെട്ടെന്ന് എങ്ങനെയാണ് പണക്കാരനാകാൻ കഴിയുന്നത്? അതുകൊണ്ടാണ് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്, കഞ്ചാവ് കച്ചവടം നടത്തുന്നത്. പെട്ടെന്ന് പണക്കാരനാകാനല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോ മുത്തുനബിയുടെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരികയാണ്. ആരാ നടന്നു വരുന്നത്? മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മിസ്അബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലൂടെ നടന്നു വരുന്നത് കാണുമ്പോ റസൂലുള്ള കരയുകയാ. മുത്തുനബിയുടെ കണ്ണുനീരൊഴുകുകയാണ്. അവിടെന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയെ കരയുന്നത്? എന്തിനാണ് നബിയെ കരയുന്നത്? മിസ്സബേ, നിന്റെ പഴയ രംഗം ഞാനൊന്ന് ഓർത്തുപോയി മിസ്സബേ. ആരാ മിസ്സബ് എന്നറിയുവോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്സബ്. സ്വർണ്ണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച് നടക്കുന്ന ചെറുപ്പക്കാരനാ ആ മിസ്സബുണ്ടല്ലോ. അവസാനം അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നു. എന്തിനാ പ്രവാചകൻ കരഞ്ഞതെന്നറിയുവോ? മിസ്സബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് നടന്നു വരുമ്പോ ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാണ്. ആ പുതപ്പിന്റെ അവസ്ഥ എന്തെന്നറിയോ? 62 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച പുതപ്പാ. 62 സ്ഥലങ്ങള് കീറിയിട്ട് തച്ചു വെച്ചിരുന്ന ഒരു പുതപ്പം ധരിച്ചാണ് മുത്തുനബിയുടെ മുന്നിലേക്ക് ഈ ചെറുപ്പക്കാരെ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മിസ്സബേ, എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ നീ ഇങ്ങനെ നടക്കുന്നത്? യാ റസൂലല്ലാഹ്, സ്വർഗത്തിലെ പട്ടുവസ്ത്രം ധരിക്കാറുള്ള കൊതി കൊണ്ടാണ് നബിയേ. സ്വർഗത്തിലെ വസ്ത്രം ധരിക്കാറുള്ള ആഗ്രഹം കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട മൂന്നാമത്തെ ഉപദേശം എന്തെന്നറിയോ? മറ്റുള്ളവന്റെ കയ്യിലിരിക്കുന്നത് ആഗ്രഹിക്കാൻ പാടില്ല. കാരണം അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാ. അത് ദാരിദ്ര്യം വലിച്ചു കൊണ്ടുവരുന്ന കാര്യമാണ്. മോനെ, അത്യാഗ്രഹം പാടില്ലോ, അത്യാഗ്രഹം പാടില്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ തന്റെ മക്കളെ പഠിപ്പിക്കടൂ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉരുൾപൊട്ടലുണ്ടാകാറുള്ള കാരണം എന്തെന്നറിയുമോ? കൊടുങ്കാറ്റടിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? നിപ പോലെയുള്ള വൈറസ് രോഗങ്ങൾ പടരാറുള്ള കാരണം എന്തെന്നറിയോ? ദുരന്തങ്ങൾ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? ഒന്ന്, ഈമാൻ
ഇമാമുൻ ആദിലു, നീതിമാനായ ഭരണാധികാരികളോ അല്ലാഹുവേ ലോകത്തോ നാട്ടിലോ പള്ളിയിലോ കുടുംബത്തിലോ ഇല്ലാതെ വന്നാൽ അവിടെ അല്ലാഹുവിന്റെ അദാബുകൾ ആ നാട്ടിലേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം